Hello dear students, welcome to the online class. Today we will start a new chapter, that is chapter 13, Sound. So let's begin. We hear a variety of sounds in our surroundings. So sound plays an important role in our lives. It helps us to communicate with one another. So what is a sound? Sound is nothing but it's a form of an energy and it causes a sensation of hearing in our ears. അതായത് സൗണ്ട് എന്ന് പറയുന്നത് ഒരു എനർജി ഫോമാണ്. നമ്മൾ കൈനറ്റിക് എനർജി, ഹീറ്റ് എനർജി എന്നൊക്കെ പറയത്തില്ലേ. സോ അതുപോലെ ഒരു എനർജി ഫോമാണ് സൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കോസസ് എ സെൻസേഷൻ ഓഫ് ഹിയറിംഗ് ഇൻ അവർ ഇയേഴ്സ്. ദെൻ സൗണ്ട് ട്രാവൽസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് സൗണ്ട് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസ് റൂമിൽ നിന്ന് ടീച്ചർ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ തൊട്ടടുത്തുള്ളൊരു റൂമിൽ ഇരിക്കുകയാണ്. സോ ടീച്ചർ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലേ? പറ്റും. സോ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് സൗണ്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഹൗ ഡസ് ഇറ്റ് ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ? ഓ ഹൗ ഈസ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ്? എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സോ വി ഷാൽ ഡിസ്കസ് സച്ച് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ. Let's do some activities. Take a metal plate, hang it at a convenient place. Now strike it with a stick. അതായത് ഒരു മെറ്റൽ പ്ലേറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു പാൻ എടുക്കുക, എന്നിട്ട് അത് ഹാങ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു വടി ഉപയോഗിച്ച് അതിന് സ്ട്രൈക്ക് ചെയ്യുക. സോ യു ക്യാൻ ഹിയർ സൗണ്ട്. നൗ ടച്ച് ദ പ്ലേറ്റ് ജെന്റ്ലി വിത്ത് യുവർ ഫിംഗർ ആൻഡ് ഡു യു ഫീൽ ദ വൈബ്രേഷൻസ്? അതായത് സ്റ്റിക്ക് ഉപയോഗിച്ച് നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തു പാത്രത്തിൽ, അപ്പം സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ട ഉടനെ തന്നെ നമ്മൾ ടച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്തു. എന്നാൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പാത്രത്തിൽ ടച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വൈബ്രേഷൻ ഫീൽ ചെയ്യുമോ? ഇല്ല. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേറ്റിംഗ് ദ ഒബ്ജക്ട്സ്. അതായത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് സൗണ്ട് ഉണ്ടാവുന്നത്. ഏതൊരു കേസിലും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? ആ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് വേറൊരു ആക്ടിവിറ്റി നോക്കാം. ടേക്ക് എ റബ്ബർ ബാൻഡ്, പുട്ട് ഇറ്റ് അറൗണ്ട് ദ ലോങ്ങർ സൈഡ് ഓഫ് എ പെൻസിൽ ബോക്സ്, ഇൻസേർട്ട് 2 പെൻസിൽസ് ബിറ്റ്വീൻ ദ ബോക്സ് ആൻഡ് ദ സ്ട്രെച്ചഡ് റബ്ബർ. അതായത് പിക്ചറിൽ കാണുന്ന രീതിയിൽ റബ്ബർ ബാൻഡ് ബോക്സിൽ വെക്കുക. അതിനുശേഷം 2 പെൻസിൽ ഇതിനുള്ളിൽ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം റബ്ബർ ബാൻഡ് ഒന്ന് ജസ്റ്റ് പ്ലക്ക് ചെയ്യുക, അതായത് ജസ്റ്റ് ഒന്ന് വലിക്കുക. സോ ഡു യു ഹിയർ എനി സൗണ്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് കേൾക്കാൻ പറ്റുമോ? പറ്റും. കൂടാതെ തന്നെ നിങ്ങൾക്ക് ആ റബ്ബർ ബാൻഡ് വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാനും പറ്റും. ഹിയർ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേറ്റിംഗ് ദ റബ്ബർ ബാൻഡ്. ഇവിടെ റബ്ബർ ബാൻഡ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതുമൂലമാണ് നമുക്ക് സൗണ്ട് കേൾക്കുന്നത്. സോ വാട്ട് ഈസ് എ വൈബ്രേഷൻ? വൈബ്രേഷൻ ഈസ് എ ടു ആൻഡ് ഫ്രോ ഓർ ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ടു ആൻഡ് ഫ്രോ മോഷനോ അല്ലെങ്കിൽ ബാക്ക് ആൻഡ് ഫോർത്ത് മോഷനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് പ്ലക്ക് ചെയ്തപ്പോഴത്തേക്ക് വൈബ്രേറ്റ് ചെയ്തു, അതുമൂലം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. വെൻ ഇറ്റ് സ്റ്റോപ്സ് വൈബ്രേറ്റിംഗ് ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി സൗണ്ട്. അതായത് വൈബ്രേഷൻ നിൽക്കുവാണെങ്കിൽ സൗണ്ട് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുമോ? ചെയ്യത്തില്ല. വൈബ്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. മോസ്റ്റ് ഓഫ് ദ കേസസിൽ നമുക്ക് വൈബ്രേഷൻസ് കാണാൻ വേണ്ടി പറ്റത്തില്ല, നമുക്ക് പക്ഷേ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ലെറ്റ്സ് ഡു അനദർ ആക്ടിവിറ്റി. ടേക്ക് എ മെറ്റൽ ഡിഷ്, പോർ സം വാട്ടർ ഇൻ ഇറ്റ്. അതായത് ഒരു മെറ്റൽ ഡിഷിൽ കുറച്ച് വെള്ളം എടുക്കുക, ദെൻ അതിൻ്റെ അകത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുക. സോ യു ക്യാൻ ഹിയർ സൗണ്ട്. നമുക്കൊരു സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും. സോ എഗെയിൻ സ്ട്രൈക്ക് ദ ഡിഷ് ആൻഡ് ദെൻ ടച്ച് ഇറ്റ്. അതിനുശേഷം വീണ്ടും നമ്മൾ സ്ട്രൈക്ക് ചെയ്യുക, ദെൻ ടച്ച് ചെയ്ത് ആ പാത്രത്തിലൊന്ന് നോക്കുക. യു വിൽ ഫീൽ ദ ഡിഷ് വൈബ്രേറ്റിംഗ്. നിങ്ങൾക്ക് ഡിഷ് വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. സ്ട്രൈക്ക് ദ ഡിഷ് അഗെയിൻ, ലുക്ക് അറ്റ് ദ സർഫസ് ഓഫ് വാട്ടർ. വീണ്ടും നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യുക, അതിനുശേഷം വാട്ടറിൻ്റെ സർഫസിലൊന്ന് നോക്കുക. നിങ്ങൾക്ക് കുറച്ച് വേവ്സ് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നൗ ഹോൾഡ് ദ ഡിഷ്. വാട്ട് ചേഞ്ചസ് ഡു യു ഒബ്സർവ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ? അതിനുശേഷം നിങ്ങൾ ഡിഷ് ഹോൾഡ് ചെയ്യുക. എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ വാട്ടറിൻ്റെ സർഫസിൽ? യെസ്, ദർ ഈസ് നോ വേവ് സീൻ ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ സർഫസിൽ ഒരു വേവ്സും കാണത്തില്ല. സോ വി സീ ദാറ്റ് എ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് പ്രൊഡ്യൂസസ് സൗണ്ട്. ഒരു വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഇൻ സം കേസസ് ദ വൈബ്രേഷൻസ് ആർ ഈസിലി വിസിബിൾ ടു അസ്. എന്നാൽ ചില കേസിൽ ആ വൈബ്രേഷൻസ് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും, എന്നാൽ ചില കേസിൽ നമുക്കത് കാണാൻ പറ്റത്തില്ല. കാരണം എന്തായിരിക്കും? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് നമുക്ക്
കാണാൻ പറ്റത്തില്ല, നമുക്ക് ജസ്റ്റ് ഫീൽ ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ എർത്ത് ക്വേക്ക്, ഭൂകമ്പം അല്ലെങ്കിൽ ഭൂമികുലുക്കം ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, കാരണം ആംപ്ലിറ്റ്യൂഡ് അവിടെ വളരെ കുറവാണ്. സോ അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ വി ലേൺ ദാറ്റ് സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേറ്റിംഗ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. സോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. സോ അതെങ്ങനെയായിരിക്കും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതിന് ഒരു വൈബ്രേറ്റിംഗ് പാർട്ട് ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വീണ, വയലിൻ, പിയാനോ, ഗിറ്റാർ ഇതുപോലത്തെയൊക്കെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വൈബ്രേറ്റിംഗ് പാർട്ടെന്ന് പറയുന്നത് ആ സ്ട്രെച്ചഡ് സ്ട്രിങ് ആണ്. ഇതിനൊക്കെ ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ് ആണ്. സോ ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഫ്ലൂട്ട് പോലത്തെയുള്ള ഇൻസ്ട്രുമെൻറ്റിന് സ്ട്രെച്ചഡ് സ്ട്രിങ് ഉണ്ടോ? ഇല്ല. ദെൻ വിച്ച് ഈസ് എ വൈബ്രേറ്റിംഗ് പാർട്ട് ഓഫ് ദ ഫ്ലൂട്ട്? ഫ്ലൂട്ടിൻ്റെ വൈബ്രേറ്റിംഗ് പാർട്ട് ഏതായിരിക്കും? എയർ കോളം ആയിരിക്കും. അവിടെ എയർ കോളം വൈബ്രേറ്റ് ചെയ്തിട്ടാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഡ്രംസ്, തബല പോലത്തെയുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ വൈബ്രേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ആ സ്ട്രെച്ചഡ് മെംബ്രെയിൻ ആണ്. നിങ്ങൾക്ക് ആ ടോപ്പിൽ ഒരു മെംബ്രെയിൻ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? സോ ആ സ്ട്രെച്ചഡ് മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ഇതുപോലത്തെയുള്ള ഇൻസ്ട്രുമെൻറ്റ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡ്രംസും തബലയൊക്കെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഇതെന്ന് പറയുന്നത് മഞ്ചീര എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിൻ്റെ വൈബ്രേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ആ പ്ലേറ്റ്സ് ആണ്. സോ പ്ലേറ്റ്സ് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. So stretched string, air column, stretched membrane, plates are the vibrating parts of some musical instruments. ഓരോ ഇൻസ്ട്രുമെൻറ്റിനും വൈബ്രേറ്റിംഗ് പാർട്ട് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. Then when we pluck the string of an instrument like sitar, sound that we hear is not only that of the string, the whole instrument is forced to vibrate. അതായത് സിത്താർ, വയലിൻ പോലത്തെയുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ വൈബ്രേറ്റിംഗ് പാർട്ട് സ്ട്രെച്ചഡ് സ്ട്രിങ് ആണ്. സോ ഈ സ്ട്രെച്ചഡ് സ്ട്രിങ് പ്ലക്ക് ചെയ്യുമ്പോഴാണ് സൗണ്ട് കേൾക്കുന്നത്. എന്നാൽ ഈ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണോ സൗണ്ട് കേൾക്കുന്നത്? അത് ആ സ്ട്രെച്ചഡ് സ്ട്രിങ് മാത്രമല്ല വൈബ്രേറ്റ് ചെയ്യുന്നത്, ആ ഹോൾ ഇൻസ്ട്രുമെൻറ്റ് മൊത്തത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുമൂലമാണ് സൗണ്ട് കേൾക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കേസിൽ. ഇപ്പം തബലയുടെ കേസിൽ സ്ട്രെച്ചഡ് മെംബ്രെയിൻ മാത്രമല്ല വൈബ്രേറ്റ് ചെയ്യുന്നത്, ആ ഹോൾ ഇൻസ്ട്രുമെൻറ്റ് മൊത്തം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സൗണ്ട് കേൾക്കുന്നത്. സോ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ഈസ് നോട്ട് ഓൺലി ഡ്യൂ ടു ദ വൈബ്രേറ്റിംഗ് പാർട്ട്, ദ ഹോൾ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഫോഴ്സ്ഡ് ടു വൈബ്രേറ്റ്. അതായത് സൗണ്ട് കേൾക്കുന്നത് ആ സ്ട്രിങ് അല്ലെങ്കിൽ ആ വൈബ്രേറ്റിംഗ് പാർട്ട് മാത്രം വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടല്ല, ആ ഹോൾ ഇൻസ്ട്രുമെൻറ്റും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് കൺക്ലൂഡ് ദ ക്ലാസ്. ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ് സൗണ്ട് എന്ന് പഠിച്ചു. സൗണ്ട് എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് എനർജിയാണ്. ഇറ്റ് ക്യാൻ ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ദെൻ ഹൗ ഈസ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ്? എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേറ്റിംഗ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വൈബ്രേറ്റിംഗ് പാർട്സ് ഏതൊക്കെയാണെന്നും പഠിച്ചു. So hope you all are understand the topic. See you on the next class. Thank you.